ട്രെയിലർ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോയി കണ്ട് ഇൻ്റർവെല് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷൻ ഉണ്ട്. ആ പോർഷൻ കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ചേഞ്ചിങ് ആഫ്റ്റർ ദിസ് ഫിലിം, ആൻഡ് ദാറ്റ് വാസ് മാർക്കോ. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഐ അണ്ടർസ്റ്റുഡ് ഇത്രയും ഇൻ്റർനാഷണൽ ലെവലിൽ ഈ സിനിമ പ്ലേസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കൺഗ്രാറ്റ്സ് ചേട്ടാ, കൺഗ്രാറ്റ്സ്. താങ്ക് യു ഫോർ കമ്മിങ് ടു ബ്ലെസ് ഓൾ ഓഫ് എസ് ഇൻ ദിസ് ഒക്കേഷൻ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് മാമൻ ഫിലിമിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇതെൻ്റെ ഫസ്റ്റ് റിലീസാണ് തമിഴിൽ, അതുകൊണ്ട് ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും വേണം. ആൻഡ് താങ്ക് യു സൂരി സർ ഫോർ ഹാവിങ് മീ ഓൺ ബോർഡ്. എൻ്റെ പ്രൊഡ്യൂസർ കുമാർ, ഡയറക്ടർ പ്രശാന്ത് സർ, എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. മറ്റ് ഐശ്വര്യയും സ്വാസികയോടൊപ്പം തന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് മ്യൂസിക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഫിലിമായിരിക്കും. എല്ലാവർക്കും, കുട്ടികളോടൊപ്പം ഫാമിലി എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഭയങ്കര റൂട്ടഡ് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും. ഒരുപാട് ഫാമിലി റിലേഷൻഷിപ്സും വാല്യൂസിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും. എനിക്കും അത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഐ എം ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ഫോർ 16th. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു. Thank you, Shameta. Thank you so much. Yes. Okay, over to Swasika. Yes. So I would love to ഞാൻ തന്നെ ആദ്യം ചോദിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. So what made you to select this സൂരി സാറിൻ്റെ ഒരു മാമൻ മൂവി ചൂസ് ചെയ്യാനുള്ള, is there a special reason? എല്ലാവർക്കും നമസ്കാരം. സോ താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഈ പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി എല്ലാവരും എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും കഥയുമായിട്ട് എനിക്ക് തോന്നി. ഞാൻ റിയൽ ലൈഫിലൊരു ചേച്ചിയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കുറേ സീൻസൊക്കെ പ്രശാന്ത് സാർ നറേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫാമിലിയിൽ നടന്ന അല്ലെങ്കിൽ ആ കോൺവെർസേഷൻ അങ്ങനെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടും, പിന്നെ പൊതുവേ ഫാമിലി സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഫാമിലി. അവിടെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ വിടുന്ന കാര്യമാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പിന്നെ ആ റിലേഷൻഷിപ്പെ കട്ട് ചെയ്യുന്ന ഒരു പ്രവണതയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതൊരു ജോയിൻറ്റ് ഫാമിലിയിൽ നടക്കുന്ന ചെറിയ ചെറിയ ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, ചെറിയ കുശുമ്പ്, സ്നേഹം എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവുമ്പോൾ കുറേ കൂടി ഓഡിയൻസിലേക്ക് ചിലപ്പോൾ ചില നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സിനിമയ്ക്ക് പറ്റും. ചിലപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഒന്ന് ഫോൺ വിളിച്ച് ചേട്ടനോടൊരു സോറി പറയാനോ, അല്ലെങ്കിൽ അമ്മയോടൊരു ഐ ലവ് യു പറയാനോ, അല്ലെങ്കിൽ ആ പിണക്കം മാറ്റാനൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോൾ സാധിക്കുമായിരിക്കും ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് എന്ന് എനിക്കിങ്ങനെ തോന്നി. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ടീമായിരുന്നു. സൂരി സാറാണ് ഹീറോ എന്ന് പറഞ്ഞു, ഐഷു ഉണ്ടെന്ന് പറഞ്ഞു, അപ്പം ഹിഷാമാണ് മ്യൂസിക് എന്ന് പറഞ്ഞു. പിന്നെ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഞാൻ അങ്ങനെയാണ് ചൂസ് ചെയ്തത്. Thank you so much, Swasika. Yes, over to Aishwarya. Yes, Aishwarya, ഒരു മൂവി ചെയ്യുന്ന സമയത്ത് what made you, ഇപ്പം ആഫ്റ്റർ ഗട്ട കുസ്തി ആൻഡ് പൊന്നിയിൻ സെൽവൻ, യു ഹാഡ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഫ്രം ഡിഫറെൻറ്റ് അക്രോസ് ദ ബോർഡേഴ്സ് ആൻഡ് കുറേ എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും. സോ വാട്ട് മെയ്ഡ് യു, ഓക്കെ ഈ ഒരു കഥ ഞാൻ ചെയ്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു കഥയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പേഴ്സണൽ ഒരു കൈൻഡ് ഓഫ് വർക്ക് ഐശ്വര്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഒരു ലൈക്ക് നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും ഇരുന്നാൽ മതി. ഓക്കെ, നമസ്കാരം. ആദ്യം തന്നെ നിങ്ങളെല്ലാവരും മാമൻ സിനിമയുടെ പ്രസ് മീറ്റിനായി എല്ലാവരും എത്തിച്ചേർന്നതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതൊരു നല്ലൊരു ഫാമിലി ഫിലിമാണ്. വളരെ തമിഴ്, ശ്വാസിക പറഞ്ഞ പോലെ വളരെ റൂട്ടഡ് ആയിട്ടുള്ള തമിഴ് ഫാമിലി ട്രഡീഷൻസിലുള്ള അങ്ങനെയാണ് സ്റ്റോറി പോകുന്നത്. പക്ഷേ നമ്മൾ മലയാളികൾക്കും ഒക്കെ ഒരുപാട് ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് തോന്നുന്ന ഇമോഷൻസിനെ പറ്റിയിട്ടാണ് സിനിമ സംസാരിക്കുന്നത്. എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് തമിഴിൽ നിന്ന് നല്ല കഥകൾ വരുന്നുണ്ട്. അങ്ങനെ ഗാട്ടാഗുസ്തിക്ക് ശേഷം കുറച്ച് കഥകൾ കേട്ടിരുന്നു. അതിലൊരു വെബ് സീരീസ് ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കേട്ട് കഴിഞ്ഞ ഉടനെ യെസ് ഇതെനിക്ക് ചെയ്യണം, എന്തായാലും എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ കഥയാണ് മാമൻ. എനിക്കതിൽ വർക്ക് എന്ന് പറയാൻ, ഞാനൊരു ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് വരുന്നത്. ഞാൻ അച്ഛനമ്മ, ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഫാമിലിയിൽ. എനിക്കൊരു കൂട്ടുകുടുംബം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടറിയുന്നതേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് പറയുന്ന കസിൻസിൻ്റെ ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ്, ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഫാമിലി ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അച്ഛനെ എക്സിറ്റ് ചെയ്ത് പോയി.
കാരണം 3 പേര് മാത്രമുള്ളപ്പോൾ എന്തിനാ ഗ്രൂപ്പ് എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്കൊരു ഒരു ഏലിയൻ ഫീലിംഗ് ആണ് ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്ന സാധനം. അപ്പോൾ എല്ലാവരുടെയും അസൂയയോടുകൂടി അവരുടെ കൂട്ടുകുടുംബങ്ങൾ നോക്കി കാണുക എന്നുള്ളത് ഒഴിച്ചാൽ, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ കാണുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസ് ഞാൻ ഭയങ്കര എനിക്കും വേണം ഇങ്ങനെ ഒരു സംഭവം എന്ന് തോന്നിയിട്ടുള്ള സംഭവങ്ങൾ അതിൻ്റെ ഒരു 1000x ടൈംസിലാണ് ഞാൻ ട്രിച്ചിയിൽ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻസിൽ കാണുന്നത്. കാരണം എൻ്റെ മനസ്സിൽ ഈ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ വന്നത് കാരണം തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇമാജിനേഷൻ പോയത്. കഥ പറയുമ്പോൾ വരെ ഈ പ്രോപ്പർ ഈ ഇമോഷൻസ് മാത്രമേ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നുള്ളൂ. ചുറ്റും 200 ആൾക്കാരുണ്ടാവും എന്നുള്ളത് മറന്നേ പോയി. ഇങ്ങനെ ഒരു സംഭവം സെറ്റിൽ വരുമ്പോൾ അത് കാരണം തന്നെ ഭയങ്കര തിരക്കും സൗണ്ട് ഇല്ലാത്ത സമയമില്ല. സാറൊക്കെ എപ്പോഴും പറയും, ഞാൻ സൈലൻസ് വിളിക്കുകയായിരുന്നു സെറ്റിൽ. സൈലൻസ് ഫ്രണ്ടിലാണ് ഫ്രണ്ട് അഭിനയിക്കാൻ ഫ്രണ്ടിൽ നിന്ന് അത്രയ്ക്ക് ആളാണ് എല്ലാവരും സീനിന് ആവശ്യമുള്ളവരും. സോ ഒരു ട്രെയിലർ കിട്ടിയോ ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇറ്റ്സ് എ വെരി എൻഡ്യൂറിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എല്ലാവരോടും നമുക്ക് നമ്മുടെ കൂടെ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സിനോടൊക്കെ എൻ്റെ JP സാർ എൻ്റെ ഫാദറായിട്ട് ആക്ട് ചെയ്ത് പുള്ളിയുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹം തോന്നും. ലൈക്ക് ഇതിലൊരു അച്ഛൻകുട്ടിയാണ് ഭയങ്കര. സാറിൻ്റെ നമ്മുടെ കല്യാണം നടക്കുന്ന സീനിലൊക്കെ സാറിൻ്റെ കൈയൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ഫീലായിരുന്നു. സോ അതാണ് ഞാൻ പഠിക്കുകയായിരുന്നു. ഞാൻ സിനിമയുടെ സെറ്റിൽ ചെന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു. ഇവിടുന്ന് പഠിച്ചിട്ട് പോയതോ എനിക്കറിയാവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ വർക്ക് ആയിരുന്നില്ല. കുറച്ച് കൂടുതൽ Thank you so much, Aishu. Thank you so much for that very genuine reply. ചില കഥാപാത്രങ്ങളുമായിട്ട് കോമ്പോ വരുമ്പോൾ അവർക്ക് ചിലവരെന്താ ഓട്ടോമാറ്റിക് സ്ക്രീനിൽ കാണാൻ ഭയങ്കര രസമായിരിക്കും. അതേപോലെ ആക്ടറാണ് താങ്കൾ. ഏത് ഹീറോയുടെ കൂടെ കോമ്പോ വന്നാലും കാണാൻ ഒരു ഇഷ്ടമാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു സീക്രട്ട് എന്താണ്? நீங்கள் எந்த ஹீரோ கூட நடித்தாலும் அது ஒரு ஸ்பெஷல் அழகு. அது எப்படி அந்த கெமிஸ்ட்ரி ஒர்க் அவுட் பண்ணுறது? நான் எல்லாத்தையுமே லவ் பண்ணிடுவேன். ஸோ யார் வந்தால் அது எனக்கு ரொம்ப பிடிச்சது எனக்கு. ஸோ அது நெக்ஸ்ட் என் கேரக்டருக்கு ரொம்ப பிடிக்கும். நான் ஓகே அவ்வளோதான். தேங்க்யூ பிரதர். Sir, we grown up watching Varthapadata Vali Prasangam, Rajini Murugan, Simraja. So, அந்த சூரிய மிஸ் பண்ணிருக்கிறது யாராவது சொல்லியிருக்கா இந்த ரீசெண்டாக? ஆடியன்ஸ் நிறையா சொல்லியிருக்காங்க. ஆனால் இப்போ அவங்க ஆடியன்ஸ் எல்லாருமே லைக் பண்ணுறது இந்த சூரிய தான். ஸோ இப்போ எல்லாருமே என்ன சொல்கிறாங்கன்னா, ஒய் இவ்வளோ நாள் ரொம்ப லேட் இந்த பிளேஸ்க்கு, ஏன் இவ்வளோ லேட்டாக இருந்தீங்க தெரியல எனக்கு. அது வெற்றிமாறன் சார்ட்டம் கேட்கணும். அவர் கண்ணில் தான் நான் பட்டேன். ஸோ அதுக்கு முன்னாடி இந்த சூரி எனக்கே தெரியல அவ்வளோதான். வெற்றிமாறன் சார் அவர் தான் என்னை ஃபஸ்ட்டு என்னை கண்டுபிடிச்சாரு. இதுக்குள்ளே ஒரு ஆக்டர் இருக்காரு. ஸோ அவன் தான் குமரேசன். அந்த மூவி தான் விடுதலை. அதனால் இப்போ எல்லாருமே என்ன சொல்கிறாங்க, ப்ளீஸ் இப்படியே கண்டினியூ பண்ணுன்றாங்க. பட் கண்டினியூ பண்ண என் கையில் இல்லை. ஸோ ஆடியன்ஸ் அவங்க நினச்சாதான் நான் கண்டினியூ பண்ண முடியும். இப்போ வரைக்கும் சூப்பராக போயிட்டுருக்கு எல்லா மூவியும்.